ഹലോ നോക്കിയേ, യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റത്തെ ഫാമിലി വ്ളോഗാണ്. അതുകൂടാതെ വേറൊരു കാര്യങ്ങളുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. പിന്നൊരു കാര്യം, വീഡിയോ ഫുള്ളായിട്ടും കാണണേ. ബാംഗ്ലൂരിൽ നിന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഫാമിലി ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ. ഈ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫാമിലി അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരാനായിട്ടുള്ള ഒരു കാരണം, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒട്ടും കൂടെ നിൽക്കാത്ത ഒരേ ഒരു വ്യക്തിയാണ് കേട്ടോ ഞങ്ങളുടെ ഇത്താത്ത. അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരാൾ വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ എത്തിയിട്ടുള്ള മറ്റൊരാളാട്ടോ ഈ പുറകെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. തിരക്കെന്ന് ഉദ്ദേശിക്കുന്നത് ആള് ഡോക്ടർ ആയതുകൊണ്ടാണ് കേട്ടോ. ഒന്നിച്ച് കൂടുന്ന സമയത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ പാഴാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ആലപ്പുഴയിലാണ് കേട്ടോ വന്നെത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, മാക്സിമം പുറത്തിറങ്ങി കളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്റെ മോൻ മുതലാക്കാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ അങ്ങനെയൊന്നും പ്ലേ ചെയ്യാറില്ല കേട്ടോ. വീടിന്റെ ഉള്ളിൽ തന്നെയാണ് അവൻ ഇരിക്കാറുള്ളത്. 1 വീക്കിലെ ലീവ് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പൊ നാട്ടിലെത്തിയിരിക്കുന്നത്. പിന്നെ മിങ്കയുടെ കാര്യം പറയണ്ടല്ലോ, കൂട്ടിലടച്ചിട്ടിരിക്കുന്ന തത്തേനെ നോക്കിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് മൂന്നാറിലുള്ള ഒരു കോട്ടേജിലാണ് എത്തിയിരിക്കുന്നത്. കാടിന്റെ ഉള്ളിലൊരു വീട് എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ കാര്യം പറയണ്ടല്ലോ, മഴയോ മഴ. അഡ്വഞ്ചറും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്ഥലം. രാവിലെ എഴുന്നേറ്റിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ അടുത്ത കോട്ടേജ്. ഇതിൽ താഴെ 2 റൂമും മുകളിൽ 1 റൂമും ആയിട്ടാണ് കേട്ടോ നമുക്ക് തന്നിരുന്നത്. നൈറ്റിൽ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ട്രക്കിങ്ങിനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ആളും ഡോക്ടറാണ് കേട്ടോ. വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കാൻ വന്നിട്ടുള്ള മറ്റൊരു വ്യക്തി കൂടിയാണ്. ഞങ്ങൾ ഈ പോകുന്നത് വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. അങ്ങ് ദൂരെയാണ്, ഞങ്ങൾ അടുത്താന്നൊക്കെയാണ് ഓർത്തത്. പക്ഷെ നടന്ന് ഞങ്ങൾ ആകെ കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച വഴിയൊന്നും അല്ല, കാരണം വളരെ ദുർഘടമായിട്ടുള്ള വഴി എന്ന് തന്നെ പറയാം. സിംഗിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പെടുമെന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് ഇത് പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം അവർ അതൊന്നും വകവയ്ക്കാതെ മാക്സിമം അവർ ഈ ഒരു സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവരും പോയിട്ടുള്ളത്. വരുന്ന വഴി എന്തും ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾ തളരില്ല എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് കേട്ടോ എല്ലാവരും ആസ്വദിച്ച് കളിക്കുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ലക്ഷ്യസ്ഥാനം എത്താറായി. കാരണം ഈ വഴിയൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ ഇത്രയും നല്ലൊരു വ്യൂ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അത്രയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇവിടെ സമ്മാനിച്ചത്. ഇത്ര ദൂരം നടന്നു വരുമ്പോഴും മഴ പെയ്യുമോ എന്നുള്ളൊരു ഒറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നോക്കിയേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ ആ ഒരു വഴിയുടെ അവസ്ഥ. പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ ബുദ്ധിമുട്ട് വരും കേട്ടോ ഈ ഒരു വഴിയിലൂടെ ഉള്ളൊരു സഞ്ചാരം. കല്ലും മണ്ണും കുഴിയും ചേറും ചെളിയും ഒക്കെ താണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു അതിഥിയാണ് കേട്ടോ തേരട്ട. എല്ലാവരുടെ കാലിക്കോടെ നിറച്ചും കയറിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇക്കാക്ക അവിടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. കാരണം കാല് നല്ല കുഴിയിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെളി. പിന്നെ ഓർത്തു, ജീവിതമല്ലേ, എല്ലാം തരണം ചെയ്യണ്ടേ. ഈ ഒരു വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ വന്നത്. കഷ്ടപ്പെട്ടതിന് പ്രയോജനം ഉണ്ടായി തന്നെ പറയാം. അത്രയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. ഈ ഒരു വീഡിയോയിൽ എത്രയധികം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അതിമനോഹരമായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടം. എല്ലാ കാഴ്ചകളും ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ് കേട്ടോ. ഇതിൽ ഒട്ടും ആസ്വദിക്കാനും പെട്ടു നിന്നത് ഞാനാണ് കേട്ടോ. കാരണം എൻ്റെ കുട്ടി ആരുടെ കയ്യിലും പോവില്ല. അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റിന് ശേഷം ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫാമിലി ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇനിയും ഇതുപോലെ ഒത്തുചേരാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് യാത്രയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.